ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്താ പറയുക, കോളിഫ്ലവർ വറുത്തതുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. ചെറിയൊരു കോളിഫ്ലവറാണ്. അപ്പോൾ അത് ചെറുതായി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. അത് നമുക്ക് തിളച്ച് വരുമ്പം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കോളിഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി തിളച്ച് എന്താ പറയുക വേവണം. കുറച്ചുകൂടെ ഒരു 5 മിനിറ്റ് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ അതിലേക്ക് നമുക്കൊരു ഉള്ളി ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായി ഇതുപോലെ നടുക്കൊന്ന് കട്ടും കൂടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ചെറിയ ഇഞ്ചി അത് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ കോളിഫ്ലവർ ആ നേരത്തേക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. കോളിഫ്ലവറൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് അതിൽ നിന്ന് ഊറ്റിയെടുക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എന്താ പറയുക, ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് അതിലേക്ക് ഒരു 2-3 ചുവന്ന മുളകും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വെളുത്തുള്ളി, ഇഞ്ചി നമ്മൾ ആ കട്ട് ചെയ്തത് ഇതിൻ്റെ ഒപ്പരം തന്നെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ അങ്ങ് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു സവാള എടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്താ പറയുക, അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അത് എന്താ പറയുക, ഒരു സവാളയും കൂടി ആകുമ്പം നമ്മൾ കോളിഫ്ലവറിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്താ പറയുക, നിങ്ങളും ഇതുപോലെ കോളിഫ്ലവർ ഒന്ന് വറുത്തെടുക്കാൻ നോക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ എന്താ പറയുക, നമ്മൾ വേവിച്ച് വെച്ച് കോളിഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് അത് വേവിച്ചെടുത്തിട്ടുണ്ടായത്. അപ്പോൾ നമുക്ക് ഇനി ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു കുറച്ച് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ വേവിച്ച് വെച്ചതാണ് കോളിഫ്ലവർ. അപ്പോൾ നമ്മളത് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾക്ക് എന്താ പറയുക, നമ്മൾ അതിലൊഴിച്ച എണ്ണയിൽ തന്നെ അത് ഒന്നുകൂടി വറുത്തെടുക്കാനേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എന്താ പറയുക, നമ്മുടെ കോളിഫ്ലവർ വറവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ബായ്.